ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എങ്കിൽ വാ ഇന്ന് നമുക്ക് പച്ചപ്പാവയ്ക്ക ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ പച്ചപ്പാവയ്ക്ക ഫ്രൈ ചെയ്ത് തന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ പച്ചപ്പാവയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയതായിട്ട് കട്ടി കുറച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് മൊത്തം അരിഞ്ഞെടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് പാവയ്ക്കയുടെ കൂടെ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മുളക് ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്ത് നന്നായിട്ട് ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ വാട്ടി ഉണങ്ങി വെച്ചതാണ്. ഇനി ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക. മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് കോരി വയ്ക്കുക. അതുപോലെ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ. നമ്മൾ ഉണക്കപ്പാവയ്ക്ക ഫ്രൈ ആക്കുന്ന പോലെ ആവില്ല, കുറച്ച് സമയം എടുക്കും. ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ പച്ചപ്പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.